നമസ്കാരം, ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള വ്യക്തികളുടെ പേഴ്സണ് എൻ്റെ വ്യൂസിനോട് എന്താണ് പറയാനുള്ളത്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ് എനർജി പിക്ക് ചെയ്ത് ചോദിക്കുന്നു. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ് എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ ചില കാര്യങ്ങളിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു. അവർക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല അവർ നിങ്ങളെ നല്ല രീതിയിൽ സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എവിടെയാണ് പോകുന്നത്, നിങ്ങളുടെ ലാസ്റ്റ് സീൻ, അല്ലെങ്കിൽ നിങ്ങൾ ആരുമായിട്ടെങ്കിലും കോണ്ടാക്റ്റിലുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ വാച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു ടൈമിനായിട്ട് അവർ കാത്തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു കണക്ഷനിലേക്ക് കടന്നു വരാൻ നല്ല സമയമല്ല എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി, ഇപ്പോൾ അവർ കുറച്ച് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളോട് കണക്ഷനിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം അവർ നൽകേണ്ടി വരും. നിങ്ങൾ ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് സ്പേസ് എടുക്കുകയാണ്. കാരണം അവർ ഈ ഒരു സമയം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, അവർ വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങളോട് സ്നേഹമില്ല എന്നല്ല, നല്ല രീതിയിൽ തന്നെ സ്നേഹമുണ്ട്. ഏസ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ചില കാര്യങ്ങൾക്ക് അവർക്ക് ക്ലാരിറ്റി ഇല്ല. അവരെന്ത് തീരുമാനം എടുക്കണമെന്ന് അവർക്ക് അറിയാത്ത അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഡെത്ത് ആൻഡ് റീബർത്തിന് വേണ്ടിയിട്ട് അവരൊരു നല്ല ടൈമിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് അവർ തരുന്നത്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിന് എന്ത് മെസ്സേജാണ് വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്നത്? ഓക്കെ, ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാണുന്നത്. അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ വിട്ടുകളയണമോ അതോ ഇനി നിങ്ങളെ ചേർത്ത് പിടിക്കണമോ? അവർക്ക് എല്ലാം കൂടി ഇമോഷണൽ എല്ലാം കൂടി ചേർന്ന് ദേഷ്യമാണോ, ജലസാണോ, അങ്ങനെ എന്താണ്, സ്നേഹമാണോ, അങ്ങനെ ഒന്നും അവർക്ക് ഇപ്പോൾ മനസ്സിലാകാത്ത അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. ഓക്കെ, അവർക്ക് ഒരുപാട് ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ പരാതികൾ ഉള്ളതായിട്ട് കാണുന്നു.